അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മജ്ലിസുൽ ഈമാനിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 16-ാമത്തെ ദിവസമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലേണ്ട, സ്വലാത്തുകൾ പറയേണ്ട, ആരാധനകൾ ചെയ്യേണ്ട സമയമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അള്ളാഹു ഖബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ സ്വപ്നങ്ങളും സഫലീകരിച്ചു തരട്ടെ. പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങളൊക്കെ പെട്ടെന്ന് കൊടുത്തു വീട്ടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിച്ച് ഖബറിലും പാരത്രിക ലോകത്തും വിജയിക്കുന്ന മഹാഭാഗ്യ ാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഓരോ ആളുകൾക്കും ഓരോ തരം പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിന് മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും എന്ന ഉദ്ദേശത്തോടുകൂടെ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ പങ്കെടുക്കുക. ദിക്റുകളൊക്കെ അവസാനം വരെ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമുഖങ്ങളൊന്നുമില്ലാതെ വേഗം നമ്മൾ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. بسم الله الرحمن الرحيم حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ നിന്നോടുള്ള ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസിന്റെ അവസാനം വരെ ആത്മസാന്നിധ്യത്തോടുകൂടെ ദിക്റുകൾ ചൊല്ലാനുള്ള മനസ്സ് നൽകണേ അല്ലാ. പിശാചിന്റെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങളും മനസ്സും അറിയുന്ന റഹ്മാനേ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, ഒരു മനോഹരമായ പദ്യമാണ് നമ്മൾ ചൊല്ലിയത്. അള്ളാഹുവിനോടുള്ള ഈമാന് മനസ്സിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു മനോഹരമായ പദ്യം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആദ്യമായി ഹബീബായ മുത്തുനബിയുടെ പേരിൽ നാം ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ മിസ്ല് സവാബിനെ ഹബീബായ മുത്തുനബിയിലേക്ക് എത്തിക്കണേ അല്ലാ.
ആ മുത്തുനബിയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് ആ പരിശുദ്ധമായ റസൂലുള്ളാഹിന്റെ റൗള കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ ചാരത്ത് ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണേ അല്ലാ. അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹബീബിന്റെ ജീവിതത്തിന് സാക്ഷിയായ പരിശുദ്ധമാക്കപ്പെട്ട മദീന കൺകുളിർക്ക കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ദിക്റുകളുടെ മജ്ലിസിൽ വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. സ്വർഗത്തിലെ നിധിയാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എന്ത് ചോദിച്ചാലും ഈ ദിക്ർ പറഞ്ഞതിന് ശേഷം എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 ലാ ഹൗല വലാ قوة إلا بالله لا حول ولا 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 قوة إلا بالله. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, മക്കളെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ, കടങ്ങളെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, രോഗങ്ങളുടെ കാര്യത്തിൽ എല്ലാം അറിയുന്ന നാഥ, ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾക്കെല്ലാം സമാധാനം നൽകണേ അല്ലാ. പരിശുദ്ധമായ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ ഉണങ്ങാത്ത ധാരാളം മുറിവുകളുണ്ട്. ഒരുപാട് കാലമായി ഞങ്ങൾ നിന്റെ മുമ്പിൽ കൈകൾ മലർത്തുന്നു റഹ്മാനേ. ഇനി ഞങ്ങളെ പരിഗണിക്കണേ അല്ലാ, ഞങ്ങളെ പരിഗണിക്കണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകൾ ഹസ്വിലാക്കി തരണേ അല്ലാ. റഹ്മാനേ, ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം പ്രാർത്ഥിക്കലാണ്. ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കാനുള്ള മാർഗം പ്രാർത്ഥനയാണ്. പരിശുദ്ധമായ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറാണ് നമ്മൾ സാധാരണ വിലയില്ലാതെ കണക്കാക്കുന്ന ഒരു ദിക്റാണ്. പക്ഷേ അതിന്റെ മഹത്വം അങ്ങേയറ്റമാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അവിടുത്തെ പ്രിയപ്പെട്ട ജനതയോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അതിമഹത്തായ ഒരു ഇബാദത്താണ് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നത്. അടിമയാകുന്ന ഒരു മനുഷ്യനെ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ വിനയത്തോടുകൂടെ പറയുന്ന ഒരു വാചകമാണ് ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ. അള്ളാഹു ഖബൂലാക്കട്ടെ. അതുകൊണ്ട് തന്നെ അത്രയും വിനയത്തോടുകൂടെ പറയുന്ന ഒരു കാര്യം, അത് പറഞ്ഞതിന് ശേഷം റബ്ബിനോട് നമ്മളൊരു കാര്യം പറയും, അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരും, നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു സഫലം ഒരു സമാധാനം നൽകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ.
أستغفر الله العظيم 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 റഹ്മാനേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ് ഞങ്ങളെ ചൊല്ലി ഇസ്തിഗ്ഫാറിനെ ഖബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നീ മാത്രമാണുള്ളത് നിന്റെ മുമ്പിലാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ളത് റഹ്മാനേ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ് രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളുടെ ചെറിയ 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 പ്രശ്നങ്ങൾ ഞങ്ങളുടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ താങ്ങാനാവാതെ വലിയ പ്രയാസത്തിലാണ് ജീവിക്കുന്നത് അല്ലാഹുവേ ഖബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് മരണം വരെ ധാരാളം ദിക്റുകൾ ചൊല്ലാൻ സ്വലാത്തുകൾ ചൊല്ലാൻ ദുആ ഇരക്കാൻ ഞങ്ങളുടെ നാവിന് തൗഫീഖ് നൽകണേ അല്ലാഹ് ഒരുപാട് മുറാദുകൾ ഉള്ളവരാണ് റഹ്മാനെ ഹാസിലാക്കി തരണേ അല്ലാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും അറിയുന്ന നാഥാ അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ റഹ്മാനേ പ്രിയമുള്ളവരെ ഇനി നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ് ഹബീബായ മുത്തുനബിയുടെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലാത്ത സദസ്സിന് ബറക്കത്തില്ല എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് സ്വലാത്തില്ലാത്ത ദുആക്ക് ഉത്തരമില്ല എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും ഈമാനോടുകൂടെ ഹബീബായ മുത്തുനബിയെ ഓർത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم
സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അതിന്റെ സവാബിന് ഞങ്ങളുടെ ചങ്കില ചോരയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലെത്തിക്കണേ അല്ലാ. അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിലേറ്റി നൽകണേ അല്ലാ. നാളെ സ്വർഗത്തിൽ റസൂലുള്ളാഹിനെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പാരത്രീക ലോകത്താരും സഹായിക്കാനില്ലാത്ത സമയത്ത് ആ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന വലിയ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നാം പറയുന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദിക്റാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹു സഹായിക്കാനുണ്ടെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു നമ്മെ സഹായിക്കും എന്നതാണ് ഈ മനോഹരമായ ദിക്ർ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന യൂനുസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു ജീവിതം തിരിച്ചു നൽകി. ഇങ്ങനെ ഈ ദിക്ർ കൊണ്ട് രക്ഷപ്പെട്ട അനേകമായിരം ആളുകളുണ്ട്. വലിയ മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ, വലിയ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, മക്കളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ. അല്ലാഹുവേ, ഞങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ്. ഈ മനോഹരമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സമാധാനങ്ങളും നൽകണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലാണ്. വലിയ രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നവരാണ്, മരുന്ന് കഴിക്കുന്നവരാണ്. ഷുഗർ ഉള്ളവരുണ്ട്, പ്രമേഹമുള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അറ്റാക്ക് ഉള്ളവരുണ്ട്, ബ്ലോക്ക് ഉള്ളവരുണ്ട്, കാലുവേദന, കൈവേദന, തലവേദന അടങ്ങിയാൽ പേരറിയാത്ത, അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. അല്ലാ, പരിശുദ്ധമായ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സന്തോഷമുള്ള ജീവിതം തിരിച്ചു നൽകണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുണ്ട്, വലിയ വലിയ ലക്ഷങ്ങൾ, കോടികൾ കടങ്ങളുള്ളവർ. അല്ലാഹുവേ, ബാങ്കുമായി ബന്ധപ്പെട്ട കടങ്ങളൊക്കെ പെട്ടെന്ന് കൊടുത്തു വീട്ടാനുള്ള സമ്പത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, വ്യക്തികളിൽ നിന്ന് വാങ്ങിയതുണ്ട് റഹ്മാനെ, തിരിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമെത്തിക്കണേ അല്ലാ. നല്ല വരുമാനം നൽകണേ അല്ലാ. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. നല്ല ജോലി നൽകണേ അല്ലാ. സാമ്പത്തികമായ ഉന്നതി നൽകണേ അല്ലാ. പടച്ചവനെ, കടങ്ങൾ തിരിച്ചു തരാനുള്ളവരുണ്ട്, അത് തരാനുള്ള മനസ്സവർക്ക് നൽകണേ അല്ലാ. അതിനുള്ള സമ്പത്ത് അവരുടെ കൈകളിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ആളുകൾ ഞങ്ങളുടെ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് റഹ്മാനേ. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ, പരിഹാരം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ മജ്‌ലിസുൽ ഈമാൻ കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി വരുന്ന പ്രിയപ്പെട്ടവർ റഹ്മാനെ, ഈമാനോടുകൂടെ ചൊല്ലി അവസാനം ദുആ ഇരക്കുന്ന സമയത്ത് പ്രാർത്ഥനക്ക് ഉത്തരമുള്ള മജ്‌ലിസാക്കണേ അല്ലാ.
ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരാണ്, സമാധാനം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സർവ്വതും നൽകിയിട്ടുള്ള, വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലോകപ്രസിദ്ധനായ പ്രവാചകനാക്കി മാറ്റിയ വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് നമ്മൾ ഇനി ചൊല്ലുന്നത്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. حسبنا الله ونعم الوكيل 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 حسبنا الله ونعم الوكيل. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എങ്ങനെയാണോ റഹ്മാനെ ഇത്രയും ഉന്നതമായ സ്ഥാനം നൽകിയത്, ഈ ദിക്റിന്റെ മഹത്വം ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. മനസമാധാനം നൽകണേ അല്ലാ. മക്കൾ കാരണം പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾക്ക് റാഹത്ത് നൽകണേ അല്ലാ. അയൽവാസികളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് സമാധാനം നൽകണേ അല്ലാ. സമ്പത്ത് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് റാഹത്ത് നൽകണേ അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സമാധാനം നൽകണേ അല്ലാ. ആരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് റഹ്മാനെ സമാധാനം നൽകണേ അല്ലാ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സമാധാനം നൽകണേ അല്ലാ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാ, ഈ പ്രപഞ്ചമഖിലവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ ചെറിയതാണ്, ഞങ്ങൾ സ്വീകരിക്കണേ അല്ലോ, ഞങ്ങളെ കബൂലാക്കണേ അല്ലോ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അഫ്ളൽ ദിക്റാണ്. ദിക്റുകളുടെ രാജാവായ അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, മരിക്കുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി ഓരോ മുഅ്മിനും ആഗ്രഹിക്കുന്ന, ഖബറിൽ രക്ഷപ്പെടുത്തുന്ന, പാരത്രീക ലോകത്ത് കൂടെയുണ്ടാകുന്ന, നാളെ നമ്മെ സ്വർഗത്തിലേക്ക് വിളിച്ചു പോകുന്ന മുദ്രാവാക്യമാകുന്ന മനോഹരമായിട്ടുള്ള ദിക്റാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, لا إله إلا الله 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 لا إله إلا الله. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഈ മനോഹരമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകണേ അല്ലാ. ഈമാനോടുകൂടെ മരിപ്പിക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരണസമയം കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ശൈത്താന്റെ ശർറിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാ. ജീവിതകാലം മുഴുവനും തൗഹീദ് മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, നിലനിർത്തി തരണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളുടെ ഖബർ ജീവിതം വിജയത്തിലാക്കണേ അല്ലാ. ഖബറിലെ ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. ഖബർ ശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാ. സന്തോഷത്തിന്റെ റാഹത്തിന്റെ സ്വർഗത്തിന്റെ ഖബറാക്കണേ അല്ലാ. അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ സ്വർഗം കണ്ട് ഖബറിൽ കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറിടങ്ങൾ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. പരിശുദ്ധമായ ഈ വിക്റിന്റെ ബറക്കത്ത് കൊണ്ട് വിജയത്തിലാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ദിക്റാണ്. അള്ളാഹുവിന്റെ കരുണ നമ്മിലേക്ക് വർഷിപ്പിച്ച് നൽകാൻ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാനുള്ള അത്ഭുതം നിറഞ്ഞ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ്. അള്ളാഹു ഖബൂലാക്കട്ടെ. യാ റഹ്മാനു യാ അല്ലാഹ്, 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 യാ റഹ്മാനു യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. നിന്റെ കരുണ കൊണ്ട് ഖബറിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളുടെ അസുഖങ്ങൾ ഭേദമാക്കി തരണേ അല്ലാ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് നല്ല റാഹത്തുള്ള ജോലി നൽകണേ അല്ലാ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് നല്ല കുടുംബം നൽകണേ അല്ലാ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളുടെ കുടുംബ ജീവിതം ഖൈറിലാക്കണേ അല്ലാ. നിന്റെ കരുണ കൊണ്ട് നാളെ പാരത്രിക ലോകത്ത് വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് പ്രത്യേകമായി ചില ആളുകൾക്ക്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കരുണ നൽകും എന്നുള്ള അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പേരാണ്. യാ റഹീമു യാ അല്ലാഹ്, 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 യാ റഹീമു യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഈ നശ്വരമാകുന്ന ദുനിയാവിൽ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ്. ഞങ്ങൾക്ക് റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, മനസമാധാനം നൽകണേ അല്ലാ. ഐശ്വര്യമുള്ള വീടുകളാക്കണേ അല്ലാ. ശൈത്വാനിയത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, മാരണം ചെയ്യുന്നവരുടെ സിഹറിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് നിന്റെ മുന്നിൽ ഉയർത്തി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൈകൾ നിന്റെ മുന്നിൽ മലർത്തിയിരിക്കുകയാണ് റഹ്മാനെ. പരിശുദ്ധമായി മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഖബൂലാക്കണേ അല്ലാ. ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ പ്രതിഫലമായി ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അള്ളാഹു പൊറുത്തു തരുന്നവനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. യാ ഗഫൂറു യാ അല്ലാഹ്, 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 യാ ഗഫൂറു യാ Allah, ya Ghafur ya Allah, ya Ghafur ya Allah, ya Ghafur ya Allah, ya Ghafur ya Allah. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് എല്ലാ മാർഗങ്ങളും എളുപ്പമാക്കി തരുന്ന അള്ളാഹുവിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഇസ്മാണ്. നമ്മളൊക്കെ ഒരുപാട് പ്ലാനുകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉള്ളവരാണ്. മക്കളുടെ കല്യാണം, രോഗങ്ങൾ, ഓപ്പറേഷനുകൾ, അതുപോലെ തന്നെ നമ്മുടെ രോഗത്തിന്റെ ചികിത്സകൾ, ബാങ്കിലുള്ള കടങ്ങൾ, ഇതൊക്കെ എങ്ങനെ വീട്ടണം,
എങ്ങനെ ചെയ്യണം, എങ്ങനെ വീടുണ്ടാക്കണം. അങ്ങനെ വീടില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. ഓരോ പ്ലാനുകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നാൽ ആ പ്ലാൻ മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട്, ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ആ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും. മക്കളുടെ കല്യാണം പെട്ടെന്ന് നടത്തിത്തരും. രോഗങ്ങൾക്കൊക്കെ ചികിത്സ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഭേദമാക്കി തരും. കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടാനുള്ള ഒരു മനോഹര മാർഗം അള്ളാഹു തുറന്നു തരും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. യാ ലത്തീഫു യാ അല്ലാഹ്, 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 യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാനുള്ള നല്ല മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കുള്ള വഴി എളുപ്പമാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ഖബറിൽ എളുപ്പമാക്കി തരണേ അല്ലാഹ്. പാരത്രിക ലോക ജീവിതം എളുപ്പമാക്കണേ അല്ലാഹ്. ദുനിയാവിലുള്ള ജീവിതം സമാധാനമുള്ളതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധമാകുന്ന ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് വാരിക്കോരി നൽകുന്നവനായ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഇസ്മാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ നല്ല കുടുംബത്തിന് അള്ളാഹു നൽകിയതാണ്. സുഭിക്ഷമായ ഭക്ഷണം അള്ളാഹു നൽകുന്നതാണ്. ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും അയൽവാസികളെയും സമ്പത്തും വീടും കാറും കുടുംബവും ഒക്കെ അള്ളാഹു നൽകുന്നതാണ്. ഇതൊക്കെ അള്ളാഹു നമുക്ക് കണക്കില്ലാതെ നൽകിയിട്ടുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടെയാണ് നമ്മൾ അള്ളാഹുവിനോട് ആവലാതി പറയുമ്പോൾ കയ്യും കാലും കണ്ണുമില്ലാത്ത അനേകമായിരം ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നന്ദിയുള്ളവനാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സഫലീകരിച്ചു തരട്ടെ. يا رزاق يا الله 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 يا رزاق يا الله. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റി തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് എന്തൊക്കെയാണോ കുറവുള്ളത് അതെല്ലാം നിന്റെ ഖജനാവിൽ സുലഭമാണല്ലോ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ലാഹ്. വരുമാനമില്ലാത്തവർക്ക് വരുമാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ നല്ല കുടുംബജീവിതം നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. നല്ല സുഭിക്ഷമായ ഭക്ഷണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചൊല്ലുന്നത് നരകമോചനത്തിലുള്ള ദിക്റാണ്. നരകത്തിന്റെ ഭീകരമാകുന്ന വെന്തുരുകുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ കത്തിച്ച് ചാമ്പലാക്കി വെണ്ണീറാക്കുന്ന ആ ഭീകരമാകുന്ന നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ള ദിക്റാണ് അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, 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 اللهم أجرني من النار، 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 اللهم أجرني من النار.
സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. നരകക്കാരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ആ ഭീകരമാകുന്ന നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ആ ഭീകരമായി കത്തിയാളുന്ന നരകത്തിന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു അവസ്ഥ പോലും ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, നമ്മൾ അവസാനമായ ദുആയിരക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്തെടുക്കണം. അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹു എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരും എന്ന പ്രതീക്ഷയോടുകൂടെ ആമീൻ പറയണം. നമ്മുടെ മജ്ലിസുൽ ഈമാൻ കുടുംബം അള്ളാഹു വിജയത്തിലാക്കി തരട്ടെ. അള്ളാഹു വിജയത്തിലാക്കി തരട്ടെ. ഈ ഒരുമ നാളെ സ്വർഗത്തിലേക്ക് ആളുകളൊക്കെ പോകുമ്പോൾ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി ഹബീബായ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഈ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا راج سيداയ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ സ്വീകരിക്കണേ അല്ലാഹ്. സ്വലാത്തുകൾ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ സവാബുകൾ ഞങ്ങളുടെ ചങ്കിലെ ചോരയായ ഹബീബായ മുത്തുനബിയുടെ ചാരത്തേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ വല്യപ്പ വല്യമ്മമാർ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, അവരുടെ ഖബറിടങ്ങളിലേക്ക് അതിന്റെ സവാബുകളെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഒരുമ നൽകണേ അല്ലാഹ്. ഒരുമ നൽകണേ അല്ലാഹ്. ഒരുമ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാൻ മാപ്പ് നൽകണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് കടക്കാരനായിരിക്കുക എന്നത്. റഹ്മാനെ, കൊടുത്തു വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള ജോലിയും വരുമാനവും സമ്പത്തും ഞങ്ങളുടെ കരങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജോലിയില്ലാത്ത ധാരാളം ആളുകളുണ്ട്. നല്ല ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, കമ്പനികളിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മനസമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. റഹ്മാനെ, റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ ജോലിയിലും വരുമാനത്തിനും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിന്റെ കാവലിലാക്കണേ അല്ലാഹ്. അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പറഞ്ഞതനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ദീനുള്ളവരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിയായ വസ്ത്രം ധരിക്കുന്നവരാക്കണേ അല്ലാഹ്. ഖുർആൻ ഓതുന്ന നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. നാളെ പാരത്രിക ലോകത്ത് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വലിയ മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ ഉള്ളവരുണ്ട്, അറ്റാക്ക് ഉള്ളവരുണ്ട്, ബ്ലോക്ക് ഉള്ളവരുണ്ട്, കിഡ്നി രോഗം, കരൾ രോഗം, മൈഗ്രെയിൻ, തലവേദന, ട്യൂമർ, പനി, ജലദോഷം, ചുമ തുടങ്ങിയ ഒരുപാട് പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ശിഫാ നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടെ കലിമ ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ,
മരിക്കുന്ന സമയത്ത് സ്വർഗം കാണുക, ഹബീബായ മുത്തുനബിയെ കാണുക എന്നത് മഹാഭാഗ്യവാന്മാർക്ക് മാത്രം ലഭിക്കുന്നതാണ്. ഞങ്ങൾക്കും നൽകണേ അല്ലാ. അടുത്ത ദിവസം ഞങ്ങൾ ഖബറിലാണ് അല്ലാ. റഹ്മാനേ, ഞങ്ങളുടെ ബർസഖിയായ ജീവിതം വിജയത്തിലാക്കണേ അല്ലാ. ഒറ്റപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഖബറിന്റെ ഇരുട്ടിൽ നിന്ന് കാക്കണേ അല്ലാ. ഖബറിന്റെ ഒറ്റപ്പെടലിൽ നിന്ന് കാക്കണേ അല്ലാ. ഖബറിന്റെ വന്യതയിൽ നിന്ന് കാക്കണേ അല്ലാ. ഖബറിന്റെ ഭീകരതയിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, ഞങ്ങളുടെ മക്കള്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര്, അവരുടെ ഖബറിടങ്ങൾ സ്വർഗത്തിന്റെ തോട്ടമാക്കണേ അല്ലാ. പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണേ അല്ലാ. നാളെ ഞങ്ങളും അഹ്ലുൽ ഖുബൂറാണ്. നാളെ ഞങ്ങളും ഖബറാളികളിൽ പെട്ടവരാണ് റഹ്മാനേ. അല്ലാഹുവേ, ആ ഖബറിന്റെ ജീവിതം ഞങ്ങൾക്ക് ഖൈറിലാക്കണേ അല്ലാ. പടച്ചവനെ, പാരത്രിക ലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അർശിന്റെ തണല് നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ നൽകണേ അല്ലാ. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. നരകത്തെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. കത്തിയാളുന്ന ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കും മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, മക്കള്, മരുമക്കള്, സഹോദരങ്ങള്, പേരക്കുട്ടികള്, മക്കള്, എല്ലാവർക്കും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദിക്ർ മജ്ലിസിനെ വളർത്തണേ അല്ലാ. ധാരാളം ആളുകളിലേക്ക് എത്തിക്കണേ അല്ലാ. അക്കാരണത്താൽ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, ദീനിന്റെ പ്രചാരകരാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, കൂടെയുള്ളവർ, കൂടെ ചൊല്ലുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.